സെവൻസ് ഫുട്ബോൾ കഴിഞ്ഞാൽ മലപ്പുറത്ത് ഗ്രാമീണ ജനങ്ങളുടെ പ്രധാന വിനോദോപാധിയാണ് ഇന്നും കാളപൂട്ട് മത്സരങ്ങൾ. 5ഓളം കാളപൂട്ട് മത്സരങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്നു കഴിഞ്ഞു. 25ലധികം കാളപൂട്ട് മത്സരങ്ങൾ വരുന്ന ഒരു മാസത്തിനകം നടക്കും. പൂർണ്ണമായും ജില്ലയിലെ ഗ്രാമങ്ങളിപ്പോൾ കാളപൂട്ട് മത്സരങ്ങളുടെ തിരക്കിലാണ്. ജനം ആദ്യത്തെ കാട്ടിക്കും ജനങ്ങൾ ഇതിൽ കൂടുതൽ ആവേശമാണ് ഈ കാളപൂട്ട്. പഴയമായിട്ടല്ല, പഴയത് പിന്നെ കുറേ കാരണന്മാരായിട്ടാണ് കൂടുതൽ. ഇപ്പോഴത്തെ യുവാക്കൾ ഇതിന് കണ്ണമാനം താല്പര്യപ്പെട്ടിട്ട് ഓരോരുത്തർ മൂരിയോളം മണ്ണ് മൂരിയോളം പിടിച്ച് കാളൂട്ടാണ്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 10-50 ജോഡി മൂരിയോളുണ്ടാവും ഒരു പൂട്ടിന്. വായ്മൊഴിയായി സ്ഥാപിക്കപ്പെട്ട നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാളപൂട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമുള്ള കാളക്കൂറ്റന്മാരുടെ 30ഓളം ടീമുകളാണ്. കാളക്കൂറ്റന്മാരെ നിയന്ത്രിക്കുക എന്ന സമഗ്രമായ ദൗത്യം ഇതിനെ ഉപജീവനമാർഗമാക്കി പരിഗണിക്കുന്ന പരിചയസമ്പന്നരായ യുവാക്കളുടെ ചുമതലയാണ്. ഞാനൊരു 25 വർഷമായി ഈ ഫീൽഡിൽ. ഇപ്പം കാളകൂട്ടിൽ അതിൻ്റെ ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഒഴിവുള്ള ടൈം പോത്തൂട്ടിലും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഇതുവരെ തൊഴിലെന്ന് വെച്ചാൽ അരി പ്രശ്നം കൂടി ഞങ്ങളെ കുടുംബത്തിൻ്റെ, ഞങ്ങളെ മൊത്തം ഈ ടീമിൻ്റെ, ഞങ്ങളുടെ ടീമിൽ 10 ആൾക്കാരുണ്ടാവും. മെയിന് മാനു പറഞ്ഞ പൂട്ടിക്കാരോ അതിൻ്റെ സഹപണിക്കാരാണ്, പ്രവർത്തകരാണ് ഞങ്ങൾ. രാവിലെ ആരംഭിക്കുന്ന മത്സരങ്ങൾ വൈകിട്ടോടെ സമാപിക്കും. നാട്ടുകാരെ കൂടാതെ നൂറുകണക്കിന് കാളപൂട്ട് പ്രേമികളും എല്ലാ മത്സരങ്ങൾക്കും സാക്ഷികളായി ഉണ്ടാകും. ആർ രാധാകൃഷ്ണൻ, ജയ്ഹിന്ദ് ന്യൂസ്, മലപ്പുറം.